ഹായ് കൂട്ടുകാരെ, ആഹ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഷ്നിസെൽ എന്നാണ് അതിന് ഹീബ്രുവിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ ഇരുന്ന ചിക്കനാണ്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പുറത്തിരുന്നൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചിക്കനൊക്കെ നല്ലോണം ഐസൊക്കെ പോയിട്ട് നല്ല ഇതായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയത്. അപ്പോൾ നിങ്ങൾ അത് സ്ലൈസ് ചെയ്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. അതുകൊണ്ട് ആണ് ഇതൊരു നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കണ്ട ഇത്ര നല്ല സ്ലൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെ സൂപ്പറിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇവിടുത്തെ സൂപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ കിട്ടും. അല്ലാതെ നമ്മൾ മേടിച്ചിട്ട് വന്ന് വീട്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പം അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നിവിടെ വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമുക്കിവിടെ കഴിക്കാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പാസ്തയുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പോൾ പാസ്തയുടെ കൂടെ കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിലെ KFC പോലൊക്കെയാണ് ഇതിലിരിക്കുന്നത്. അതിൻ്റെ തന്നെ ടേസ്റ്റുമാണ്, അത്ര തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു ഡീപ് ഫ്രൈ ആണ്. ഇവിടുത്തെ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്നും ഇത് കഴിക്കാറില്ല. അതും ഞാൻ പ്രത്യേകം പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ചേരുവകളെന്നൊക്കെ നോക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടത് രണ്ട് മുട്ട വേണം. ഓക്കെ, മുട്ട 2 എഗ്ഗ് 2, അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് വേണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇതാണ് അതിൻ്റെ ബ്രെഡ് ക്രംസ്. ഇതിന് ഇവിടെ ഇത് പലതരത്തിലുള്ളത് കിട്ടും. ഇപ്പോൾ വേറെ ഒരെണ്ണമാണ് ഇതിപ്പോൾ തരി കുറഞ്ഞതും തരി കൂടിയതും തരി കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കിട്ടും. പിന്നെ കെച്ചപ്പ് വേണം. പിന്നെ ഇത് ഹർദാൽ എന്ന് പറയുന്നത്, ഇതാണെങ്കിൽ യെല്ലോ മസ്റ്റാർഡ് സ്പ്രെഡാണ്, അതിന് ഇംഗ്ലീഷ് അതാണ്. ഇപ്പോൾ ഇവിടെ ഹർദാൽ എന്നാണ് ഹീബ്രു പറയുന്നത്. അത് വേണം, നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കെച്ചപ്പും വേണം. പിന്നെ കുറച്ച് വെളുത്ത എള്ള്, അത് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മുട്ടയിട്ട്, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. മുട്ട 2 നമ്മൾ ആ പാത്രത്തിലേക്ക് ഇട്ട്, പിന്നെ അതിന് ശേഷം നമ്മൾ മുട്ട 2 പൊട്ടിച്ചിട്ടതിന് ശേഷം കെച്ചപ്പ്, നമ്മളിത് ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. അതൊരു 1 ടീസ്പൂണ് ഇടാം. അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ അതിനനുസരിച്ച് ഇടാം. നമ്മളിവിടെ ഒരു 1 ടീസ്പൂൺ ഒക്കെയാണ് ഇടുന്നത്. പിന്നെ ഹർദാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് നമ്മുടെ കടുക് ഉണ്ടാക്കുന്ന ഒരു പേസ്റ്റാണ്. അതൊരു 1/2 ടീസ്പൂൺ. അതുപോലെ ഞാനിങ്ങനെ അത് ഞെക്കിയിടുന്ന സ്പൂൺ കൊണ്ടൊന്നുമല്ല, നമ്മളൊരു ഡ്രോപ്സായിട്ട് ഒരു 3-4 ഡ്രോപ്സ് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് എടുക്കണം. കാരണം കെച്ചപ്പും ഈ ഹർദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്റ്റാർഡിൻ്റെ ആ ഒരു സ്പ്രെഡെല്ലാം കൂടെ നല്ല വൃത്തിക്ക് നമ്മൾ നല്ലോണം അടിച്ച് നല്ല രീതിയിൽ ഇതാക്കാം. പതപ്പിക്കുകയൊന്നും വേണ്ട, എന്നാലും അതൊന്ന് നല്ല വൃത്തിക്ക് മിക്സാക്കി എടുക്കണം. ഓക്കെ, ഈ മിക്സിലേക്കാണ് നമ്മളിനി ചിക്കൻ ഇട്ട് വെക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട്, ഓരോ ചിക്കൻ പീസ് എടുത്ത് ഇതിലേക്ക് മുക്കി ബ്രെഡ് ക്രംസി മുക്കി എടുക്കാറുണ്ട്. അപ്പം ഇത് പിന്നെ നമ്മൾ നല്ല സ്ലൈസാക്കി എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് തന്നെ ഫുള്ളും ഇട്ടിട്ട് നല്ലോണം യോജിപ്പിച്ച് എടുക്കുകയാണ്. ഓരോന്ന് ഇങ്ങനെ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നാട്ടിൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ആ സെയിം സംഭവം തന്നെയാണിത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് എനിക്ക് കഴിച്ചിട്ട് KFC കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ, ആ സംഭവം സെയിം ടേസ്റ്റാണ്. ഹർദാൽ ഉപയോഗിക്കുമ്പോഴാണ് കുറച്ചും കൂടെ അതിനൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഹർദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകിൻ്റെ പേസ്റ്റാണ് ഇത്. അതിവിടെ മേടിക്കാൻ കിട്ടും. ഇവിടെ സൂപ്പറിലൊക്കെ ഉണ്ട്, സാധാരണ സൂപ്പറിലെല്ലാം ഉണ്ട് ഇത്. അപ്പോൾ നമുക്കങ്ങനെ കുഴച്ച് വെക്കാം. കുഴച്ച് അത് മിക്സാക്കി വെച്ച് ഒരു 2-3 മിനിറ്റ് അതവിടെ ഇരുന്നിട്ട്
അവിടെ വെച്ചിട്ട് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസ് നമുക്ക് പിന്നെ എടുത്തു. ഇത് ഞാനാണെങ്കിൽ എടുത്തത് ഇത് തരി കൂടുതലുള്ളതാണ്. അപ്പം നമ്മളെടുത്തത് തരി കുറഞ്ഞ ഇതാണ്, തരി കുറഞ്ഞ ബ്രെഡ് ക്രംസ് എടുത്തത്. ഇത് പല ഇതിലും പല ടേസ്റ്റിലും ഒക്കെ കിട്ടും. സൂപ്പറിൽ പല വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ പൊട്ടിച്ചത് തരി കുറഞ്ഞത് ഇരിക്കുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ ഇതാണ് എടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഫോട്ടോ നോക്കിക്കോ. ഇതിങ്ങനെയൊക്കെ സൂപ്പർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാനത് എടുത്തു. പിന്നെ ഒരെണ്ണം ഇത് വേണം. ഓക്കെ, എൻ്റെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് കുറച്ച് കരി ഇടണം. കാരണം ഒന്ന് എള്ളിടണം. വെളുത്ത എള്ളാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയും പിന്നെ ഒരു ചെറിയൊരു എള്ള് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ടേസ്റ്റും അതും. പിന്നെ നമുക്ക് ഉപ്പിടണം, കുരുമുളക് പൊടി ഇടണം. അപ്പം നമുക്ക് ആദ്യം കുരുമുളക് പൊടി ഇടണം. അത് കുരുമുളക് പൊടി ഒത്തിരിയും കുരുമുളക് പൊടി ഇടരുത്. കാരണം അതിനൊരു ടേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടിയുടെ ഒരു വലിയൊരു ഇത് കുത്തൽ വരണ്ട. അതിന് വേണ്ടി അത്ര അധികം ഇടരുത്. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട്, ഉപ്പ് അധികം ആവരുത്, അത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മുട്ടയിൽ കെച്ചപ്പൊക്കെ ഇടുന്നത് കൊണ്ട് ഉപ്പ് ഭയങ്കരമായിട്ടേക്ക്. ഇതിന് ഉപ്പ് അധികം വേണ്ട. ഉപ്പ് നമുക്ക് ഭയങ്കര, അതുകൊണ്ട് ഉപ്പ് വളരെ ലേശം മതി. ചില ആൾക്കാർ ഉപ്പ് സ്കിപ്പ് ചെയ്യാറുമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പക്ഷേ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. നമ്മളവിടെ കെച്ചപ്പൊക്കെ ഇട്ടതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ മുട്ടയിൽ വെച്ചിരിക്കുന്ന മുട്ടയിൽ കുഴച്ച് വെച്ച ചിക്കൻ ഓരോന്നുമായിട്ട് എടുത്ത് നമുക്ക് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം. ഓക്കെ, അപ്പം നല്ല സ്ലൈസാണ്, ഭയങ്കര സ്ലൈസായിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചിക്കൻ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒരു കുറച്ചും കൂടെ കട്ടി വെക്കുമേ. വലിയ കട്ടിയിലാകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കുറവ്, നമുക്ക് കടിക്കുമ്പോൾ ഭയങ്കര നല്ല സ്ലൈസാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും എടുത്ത് നല്ല വൃത്തിക്ക് ഡീപ്പായിട്ട് തന്നെ അത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെ മുക്കിയെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നല്ല രീതിയിൽ ഇപ്പോൾ ഇത് ഇത്രയും സ്ലൈസ് കണ്ടില്ലേ, നല്ല ഇതാണേ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം ശരിക്കും അതങ്ങോട്ട് ഡീപ്പായിട്ടാവണം. അതിന് ശേഷം നമുക്കെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞങ്ങൾ ഇത് ശരിക്കും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കഴിക്കാം. മിക്ക വെള്ളിയാഴ്ചകളിലും ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പീറയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ മാഷോണിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നമ്മളിത് ഉണ്ടാക്കാറുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. പിന്നെ ചിപ്സ്, ടൊമാറ്റോ ചിപ്സിൻ്റെ കൂടെ നമ്മളിത് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം ഫ്രൈ ആണോ? അപ്പോൾ ടൊമാറ്റോ ചിപ്സ് നമ്മൾ ഒരിക്കലും ഓയിൽ ഫ്രൈ അല്ല ചെയ്യുന്നത്, ഇവിടെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അത് ഒരു ദിവസം ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. നമ്മളിവിടെ ഇത് പ്രോത്സാഹിപ്പിക്കാറില്ല എണ്ണയിൽ വറുത്ത് കോരി കഴിക്കൽ. കാരണം നമ്മൾ കൂടുതലും ഇവിടെ എയർ ഫ്രയറാണ് യൂസ് ചെയ്ത് ചിക്കനൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം ഇതിങ്ങനെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പം നല്ല ഒരു ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പം നമുക്കിത് മുഴുവനും എടുത്ത് നല്ല വൃത്തിക്ക് ഇത് ചെയ്തെടുക്കാം. പിന്നെ കൂട്ടുകാരെ, ഇത് അപ്പം നിങ്ങൾ കാണുമ്പോൾ നല്ല നിസ്സാരമായിട്ട്, അറിയാവുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. എങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ ശബാത്തിനോ അല്ലാത്ത ഇട ദിവസങ്ങളിലൊക്കെ ഇതിവിടെ ഇവർ കോമൺ ആയിട്ട് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കെടുക്കാം. എല്ലാം സെറ്റാക്കി വെച്ചു, ഇതുപോലെ അടുക്കി വെച്ചു. അപ്പം ഇത് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുമില്ല, നല്ല രീതിയിൽ ക്രംസിൽ മുക്കി നല്ല വൃത്തിക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ പാൻ വെച്ചു. ഇതുപോലെ ഒരു ഓയിൽ പിന്നെ ഡിപ്പായി പോകാൻ വേണ്ടി നമ്മളിതുപോലെ ഒരു റഷത്ത് എന്ന് പറയുന്നത് വെച്ചാൽ എന്തോ ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രം വെച്ചു.
ഇത് വെച്ചു. നമ്മളിനി ഗ്യാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഗ്യാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഗ്യാസാണ്. ഇസ്രായേലിൽ ഇലക്ട്രിക് ഗ്യാസും സാധാരണ ഗ്യാസും പലതരത്തിലുള്ള ഗ്യാസ് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോറി, ഇത് ഗ്യാസ് അടുപ്പ്. ഇത് ഇൻഡക്ഷൻ കുക്കർ പോലത്തെ നമ്മുടെ നാട്ടിൽ ഇൻഡക്ഷൻ അതാണിത്. ഇത് ഇലക്ട്രിക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഓണാക്കി, എനിക്ക് 14 ആണ് വേണ്ടത്, അത് വെച്ചു. അതിന് പ്ലസ് ഞെക്കി ഇപ്പം നമ്മൾ ഓണാക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചു. ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഞാൻ ഒഴിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സാധനമാണ്. അപ്പം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഇതിലേക്ക് ഒഴിക്കണം. പക്ഷേ ഞങ്ങൾ സ്ഥിരം ഇത് കഴിക്കുന്നതല്ല. മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രമാണ് ഇത് കഴിക്കുന്നത്. ഇവിടെ നമ്മളത്ര എണ്ണ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നല്ലവണ്ണം എണ്ണ ചൂടാവണം. നല്ലവണ്ണം ചൂടായി അതങ്ങോട്ട് അത്രയ്ക്ക് ചൂടായിട്ട്, കാരണം ഇത് നമ്മൾ എണ്ണ ഒഴിച്ചു നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഓരോ പീസുകൾ ഇടാവുള്ളൂ. നല്ല വൃത്തിക്ക് ചൂടാവണം. ഓക്കെ, അല്ലാതെ വെറുതെ ചെറിയ ചൂടിലൊന്നും എടുത്തിട്ട് കഴിഞ്ഞാൽ കൊള്ളത്തേ ഇല്ല കേട്ടോ. കാരണം ഇത് ഒത്തിരി സമയമൊന്നും നമ്മൾ ഇത് കുക്ക് ചെയ്യത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ നല്ല എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ ഇടാവുള്ളൂ. പിന്നെ എണ്ണ ചൂടായി ഇടുവാണെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും നല്ലോണം എണ്ണ ചൂടായി ഇടുവാണെങ്കിൽ നമ്മളെന്തെങ്കിലും വറക്കുമ്പോൾ ആ എണ്ണ എന്ത് വറുത്താലും ആ എണ്ണ ഐറ്റംസിൽ പിടിക്കത്തില്ല. ഇങ്ങനെ ഒരുമാതിരി എണ്ണ ഇങ്ങനെ കനച്ച് വരുന്ന എണ്ണ ഇങ്ങനെ ഇതായിട്ട് വരുന്നൊരു സംഭവമില്ല, അത് വരത്തില്ല. അതുകൊണ്ട് നല്ലോണം എണ്ണ ചൂടായി അപ്പോഴത്തേക്കിന് ഞാൻ ഓരോ പീസുകളും എടുത്തിടുകയാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും നല്ല സ്ലൈസാണ്. പക്ഷേ ഇതിട്ട് ഒരു 1 മിനിറ്റ് ടു 2 മിനിറ്റിൻ്റെ അകത്ത് ഇത് എടുക്കണം. കാരണം ഓവർ കുക്കിങ്ങേ ആവരുത്. ഇതിൻ്റെ ആ ബ്രെഡ് ക്രംസിൻ്റെ ഒരു കളറ്, ആ ഒരു യെല്ലോ, ഒരു ഓറഞ്ച് കളർ, ആ ഓറഞ്ച് കളർ അങ്ങനെ തന്നെ വരണം. അതൊന്നും കളർ മാറരുത്. കാരണം അങ്ങനെ മാറാതിരുന്നാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കത്തുള്ളൂ. ചിക്കൻ എത്രമാത്രം ഇതിനകത്ത് ഓയിലിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നോ അത്രമാത്രം അകത്ത് ചിക്കൻ ഇങ്ങനെ കല്ല് പോലാവും. ചിക്കൻ ഒരിക്കലും അധികം വേവണ്ട. അപ്പോൾ നമ്മൾ ഇത്രയും സ്ലൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരു 1 മിനിറ്റ് ടു 2 മിനിറ്റിന് ഉള്ളിൽ നമ്മളിത് എടുത്തിരിക്കും കേട്ടോ. ഇട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. അത്രയും സ്ലൈസായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ ഈ ചിക്കനകം ജ്യൂസി ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ചിക്കൻ ഇങ്ങനെ വേവിക്കണമെന്നൊക്കെ വിചാരിക്കും. എൻ്റെ ഒന്നും ആവശ്യമില്ല. ചിക്കൻ അധികം വേവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ളവർക്കൊക്കെ, ഇവിടെ അങ്ങനെ അധികം ഒരു സാധനവും വേവിക്കാറില്ല. അപ്പം ഇത് വെന്ത് കഴിഞ്ഞാൽ കൊള്ളുകയില്ല. നമ്മൾ ചിക്കൻ ഒത്തിരിയും വെന്ത് കഴിയുമ്പോഴത്തേന് ഇത് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ അകത്ത് കല്ല് പോലെ ഇരിക്കുവേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ടു. 1-2 മിനിറ്റ് അതിൻ്റെ കളർ പോലും മാറാതെ ആ ഓറഞ്ച് നിറം അങ്ങനെ തന്നെ നിൽക്കും. നല്ല ഓറഞ്ച് നിറത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ആ ഓറഞ്ച് നിറം നഷ്ടപ്പെടാതെ തന്നെ നമ്മളത് എടുക്കുകയാണ്. നല്ല ക്രിപ്സി ആയിട്ടിരിക്കുകയും ചെയ്യുവേ. വെള്ളം നല്ലോണം തിളച്ച് കിടക്കുകയാണ് മക്കളെ, തിളച്ച് കിടക്കുകയാണ്. ഇത് ഞാനിവിടെ ഇസ്രയേലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആദ്യം ജോലി എടുത്തതാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ ജോലി ചേഞ്ച് ചെയ്ത് മാറി വന്നപ്പോൾ പിന്നെ അവിടെ ആണെങ്കിൽ കുറേയും കൂടെ എനിക്ക് നന്നായി പഠിക്കാൻ പറ്റി. അപ്പം ഇത് നല്ല ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല ക്രിന്ന് കേൾക്കാം. അത്ര ക്രിപ്സിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊത്തിരി ഓവറായിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്തിട്ട് ഇടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതൊരു കളർ മാറുന്നതിന് മുമ്പ് തന്നെ എടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു. നല്ല രീതിയിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം കഴിച്ചൊക്കെ നോക്കി, അടിപൊളിയാണ്. ഒത്തിരി ഉപ്പൊന്നുമില്ല കണ്ടോ. ആ എണ്ണ മൊത്തം താഴോട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണയുടെ ഒരു അംശം പോലും ചിക്കനിലില്ല, ഈ ഫ്രൈ ആയ ചിക്കനിലില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ടത് കൊണ്ടാണ് അങ്ങനെ. ഇത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കഴിക്കണം. അപ്പോൾ കുറേ സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബായ്.